ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫൽആമിലു വൽആമിദു സിയാൻ ഫിൽ അജ്രി വൽ വിസ്ർ. 4 വിഭാഗങ്ങളെ പറ്റി നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമദ്ദുനിയാ ലിഅർബഅതി നഫർ. ദുനിയാവ് 4 വിഭാഗത്തിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പഠിക്കാൻ മനഃപ്പാഠമാക്കാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ. ഇൽമും അറിവും വിജ്ഞാനവും സമ്പത്തും നൽകിയ ഒരു അടിമ. അല്ലാഹു തആല ആ അടിമക്ക് ഇൽമു നൽകിയിട്ടുണ്ട്, അതുപോലെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും നൽകിയ ഒരു അടിമയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഫഹുവ യത്തഖീഹി ഫീഹി റബ്ബഹ്. ആ ഇൽമു കൊണ്ടും മാല് കൊണ്ടും സമ്പത്ത് കൊണ്ടും അവൻ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. വയസ്വിലു റഹിമ. അവൻ കുടുംബബന്ധം ചേർക്കുന്നുണ്ട്. വയഅമലു ലില്ലാഹി ഫീഹി വയത്തഖീഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹു തആല പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. തഖ്വയോടുകൂടെ അതിന്റെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അടിമയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഹുവ അഫ്ളലുൽ മനാസിൽ. അവൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലാണ്. കാരണം എന്താണ്? അല്ലാഹു തആല ഏറ്റവും ബഹുമാനിച്ച മഹാന്മാരായ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഇൽമ് അത് അവനിക്ക് കൊടുത്തിട്ടുണ്ട്. സമ്പത്ത് അവന് കൊടുത്തിട്ടുണ്ട്. ആ സമ്പത്ത് അവൻ അല്ലാഹു തആല തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ വ്യക്തിയുടെ സ്ഥാനം അത് ഉന്നതമായ സ്ഥാനമാണ്. മറ്റൊരു വ്യക്തി അടിമ, വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാലൻ. അല്ലാഹു തആല അവർക്ക് ഇൽമ കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ സമ്പത്ത് കൊടുത്തിട്ടില്ല. ഇൽമ കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പക്ഷേ ആ വ്യക്തി ഫഹുവ സാദിഖുൻ നിയ്യ. നേരത്തെ ഇൽമും സമ്പത്തും കൊടുത്ത ആ വ്യക്തിയെ പോലെ ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. അവൻ അത് പ്രവർത്തിക്കുന്നുണ്ട്. അതോടുകൂടെ മറ്റേയാൾ സാമ്പത്തികമായി ചെലവഴിച്ചതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവനിക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല. ഈ വ്യക്തി അയാളെപ്പോലെ എനിക്കും സമ്പത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുമെന്ന മഹത്തായ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറയുകയാണ് ലൗ അന്നലി മാലൻ ഫഅമിൽതു ബിഅമലി ഫുലാൻ, എനിക്ക് ആ വ്യക്തിയെപ്പോലെ സമ്പത്തുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമല്ല, ആ വ്യക്തി സാമ്പത്തികമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ, ദീനീ കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ, പരസ്പര സഹായിക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോ അതിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നത് പോലെ, പാവപ്പെട്ടവരെയും യതീമുകളെയും അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നത് പോലെ എനിക്കും സമ്പത്തുണ്ടെങ്കിൽ ഞാൻ ചെലവഴിക്കുമെന്ന് പണ്ഡിതൻ പറയുന്നു, അല്ലെങ്കിൽ പണ്ഡിതൻ കരുതുന്നു. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ രണ്ട് വ്യക്തികൾ വ്യത്യസ്തമായ മാർഗത്തിലൂടെയാണ് ജീവിക്കുന്നതെങ്കിലും, വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് ജീവിക്കുന്നതെങ്കിലും, ഈ രണ്ട് വ്യക്തികൾക്കുമുള്ള പ്രതിഫലം ഫഅജ്റുഹുമാ സവാ, ഇവർ രണ്ടുപേരുടെയും പ്രതിഫലം തുല്യമാണ്. ഒരു മനുഷ്യന് സമ്പത്തുണ്ട്, അവൻ ചെലവഴിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിക്ക് സമ്പത്തില്ല, പക്ഷേ അവൻ സാമ്പത്തികമായി ചെലവഴിക്കാൻ കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹിക്കുന്ന വ്യക്തിയും ചെലവാക്കുന്ന വ്യക്തിയും അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ പ്രതിഫലം ലഭിക്കുന്നു എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ഒരുപാട് സാമ്പത്തികമായി ചെലവഴിക്കുന്ന ആളുകളെ കാണുമ്പോ നമുക്കൊരു സങ്കടമുണ്ടായേക്കാം, നമുക്കൊരു വേദന ഉണ്ടായേക്കാം. എനിക്ക് അയാളെ പോലെ സാമ്പത്തികമായി ചെലവഴിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വിഷമം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പുകച്ച് പൊങ്ങിയേക്കാം. അവരോടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നമുക്ക് അവരെ പോലെ സാമ്പത്തികമായി ചെലവഴിക്കണമെന്ന് കരുതിയിട്ടുണ്ടോ എങ്കിൽ അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വിശദീകരിക്കുകയല്ല. ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. മറ്റൊരു അടിമ ഏതാണെന്നറിയുമോ? വഅബ്ദുൻ റസഖഹുല്ലാഹു മാലാ വലം യർസുഖുഹു ഇൽമാ. അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുണ്ട്, പക്ഷേ ഇൽമു കൊടുത്തിട്ടില്ല, അറിവ് കൊടുത്തിട്ടില്ല. فهو يتخبط في ماله بغير علم. അവൻ അവന്റെ സമ്പത്ത് കൊണ്ട് ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാ യത്തഖീ ഫീഹി റബ്ബഹു. ആ സമ്പത്തുള്ള മനുഷ്യൻ, അല്ലാഹു തആല ഇൽമു കൊടുത്തിട്ടില്ലാത്ത വ്യക്തി, അവൻ കുടുംബബന്ധം ചേർക്കുന്നില്ല. വലാ യസ്ലു ഫീഹി റഹിമ. അല്ലാഹുവിനെ വേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല, കുടുംബബന്ധം ചേർക്കുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യൻ വലാ യഅമലു ഫീഹി ബിഹഖിൻ. ഒരു അല്ലാഹുവിനോടുള്ള ഇടപാടുകളുടെ കടമകൾ നിർവഹിക്കുന്നില്ല. ഫഹാദാ ബിഅഖ്ബത്തിൽ മനാസിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നത്, ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്താണ് അദ്ദേഹമുള്ളതെന്നാണ്. ഏറ്റവും വളരെ താഴ്ന്ന സ്ഥാനത്താണ് അവരുള്ളത്. വഅബ്ദുൻ ലം യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമ. മറ്റൊരു അടിമയെ സംബന്ധിച്ച് മുത്തുനബി വിശദീകരിക്കുകയാണ്, ആ വ്യക്തിക്ക് അല്ലാഹു തആല ഇൽമും കൊടുത്തിട്ടില്ല, ആ വ്യക്തിക്ക് അല്ലാഹു തആല സമ്പത്തും കൊടുത്തിട്ടില്ല.
എന്നിട്ടോ ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ വ്യക്തിയെ പോലെ എനിക്ക് പൈസയുണ്ടെങ്കിൽ ആ വ്യക്തിയെ പോലെ ധൂർത്തടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുമെന്ന ദുരുദ്ദേശമാണ് ആ വ്യക്തിക്കുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയെ പറ്റിയും പറയുന്നത് എന്താണ്? ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഹി ബിഅമലി ഫുലാൻ, എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ മറ്റു വ്യക്തി ചെയ്തതുപോലെ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അടിച്ചു പൊളിച്ച് ഞാൻ ജീവിക്കുമെന്നാണ്. ആരെയും വകവെക്കാതെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ ഇച്ഛക്കനുസരിച്ച് ആർക്ക് വേണ്ടിയും സഹായം ചെയ്യാതെ ഞാൻ എന്നെ മാത്രം നോക്കിക്കൊണ്ട് മറ്റുള്ളവന്റെ മുന്നിൽ വലിയ കിബറോടുകൂടി അഹങ്കാരത്തോടുകൂടെ വലിയ പത്രാസോടുകൂടെ അവനെ പോലെ ഞാൻ അഹങ്കരിച്ച് ജീവിക്കുമെന്നാണ്, അവനെ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ്. ഇതാണ് അവന്റെ നിയ്യത്ത് എങ്കിൽ മുത്തുനബി പറയുകയാണ്, ആദ്യം പറഞ്ഞ വ്യക്തിക്കുള്ളത് പോലെ രണ്ടുപേർക്കുമുള്ള കുറ്റം ഒരുപോലെയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ കുറ്റമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു വരുന്നത്, നല്ല പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോ അത് ചെയ്യാനുള്ള മനസ്സിൽ നാം ഉദ്ദേശമുണ്ടെങ്കിൽ പോലും അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നു. വിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് സംസാരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ നൽകിയിട്ട് അയച്ചിട്ടുള്ള വിശുദ്ധമായ റജബ് മാസം. ഈ റജബ് മാസത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്, എല്ലാവർക്കും അറിയാം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, വിശുദ്ധ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വിശുദ്ധമായ റമദാൻ എനിക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ് എന്ന മഹത്തായ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ സ്വാഗതമോദിക്കൊണ്ട് വിശുദ്ധ റമദാനിനെ വരവേൽക്കുമ്പോ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ വിഷയങ്ങളുണ്ട്. വിശുദ്ധ റമദാൻ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിന്റെ വിശുദ്ധമായ വാർഷികം നമ്മിലേക്ക് കടന്നു വരുമ്പോ വിശുദ്ധ റമദാനിലെ പ്രവർത്തനങ്ങൾക്ക് ഓരോന്നിനും 60 ഇരട്ടിയോ അതിലേറെയോ പ്രതിഫലം നൽകാമെന്ന്, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലത്തിന് കൃത്യമായ വില അല്ലാഹു തആല നിശ്ചയിക്കാതെ അസ്സൗമു ലീ വ അന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് തരുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ വിശുദ്ധമായ റമദാനിലെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ അറ്റമില്ലാത്തതാണ്. ആ അറ്റമില്ലാത്ത പ്രതിഫലങ്ങൾ വാരിക്കൂട്ടണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ റെഡിയാവേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ മനസ്സുകളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഒരു വിവരണം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഒരു കാര്യമാണ് റജബിൽ നമ്മൾ ചെയ്യേണ്ടത്, ശഅബാനിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെയും വിശുദ്ധമായ റജബാകുമ്പോ
ധാരാളം തൗബകൾ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമം നടത്തുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീടുകൾ വിശുദ്ധ റമദാനാകുന്നതിന് മുമ്പ് അലങ്കരിക്കാറുണ്ട്, വൃത്തിയാക്കാറുണ്ട്. വീട്ടിലെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ വിരിപ്പുകൾ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അലക്കി റെഡിയാക്കി വെക്കാറുണ്ട്. എന്നാൽ അതേപോലെ നമ്മുടെ ശരീരത്തെയും അലക്കി വൃത്തിയാക്കി നല്ല പുതിയ മെഷീൻ കൊണ്ട്, അലക്കി മെഷീൻ കൊണ്ട് തന്നെ റെഡിയാക്കേണ്ടതുണ്ട്. അതിനാണ് ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലേണ്ടത്. ആ ഇസ്തിഗ്ഫാറിലൂടെ നമ്മുടെ ഖൽബിനെ റമദാൻ സ്വീകരിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാനിൽ സ്വീകരിക്കുന്ന ഒരു ഹൃദയവും മനസ്സും നമുക്കുണ്ടാക്കിയെടുക്കണം. ഒരു വീട്, ഒരു മസ്കൻ, ഒരു പാർപ്പിടം അത് നമുക്കുണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമായി നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മാറ്റി എടുക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരുപാട് ഉസ്താദുമാർ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങളെല്ലാം ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിരുന്നു, വ്യത്യസ്ത രീതികളിലായിരുന്നു. വിശുദ്ധമായ നിസ്കാരത്തെ സംബന്ധിച്ച് ഇന്നലെ ഉസ്താദ് അവർകൾ വളരെയധികം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. കാലങ്ങൾക്ക് മുമ്പ് കേൾക്കുന്ന വയലുകളിൽ മാത്രം കാണുന്ന മസ്അലയുടെ വിഷയങ്ങൾ വരെ ഇന്നലെ ഉസ്താദ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ നല്ല നല്ല അറിവുകൾ ഇവിടെ നിന്ന് ഉസ്താദുമാർ ഉരുവിട്ടപ്പോൾ ചില ആളുകൾക്ക് അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് വിശുദ്ധമായ റജബും ശഅബാനും ഒക്കെ നമുക്ക് കാര്യമായി, നമുക്ക് അനുകൂലമായി നിന്നുകൊണ്ട് വിശുദ്ധ റമദാൻ വരവേൽക്കുന്ന മുഅ്മിനീങ്ങളിൽ, യഥാർത്ഥ രൂപത്തിൽ വരവേൽക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടാൻ സാധിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായും പരസ്യമായും ഒരേപോലെ ആയിരിക്കണമെന്ന മഹാന്മാർ പറയുന്നത്. ആള് കാണുമ്പോൾ മാത്രം ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല നമുക്കുണ്ടാവേണ്ടത്. പരസ്യമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവണം, രഹസ്യമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവേണ്ടതുണ്ട്. ആരും കാണുകയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നയിടത്ത് നമ്മൾ എത്തുമ്പോ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, അമലുകൾക്ക് വീര്യം കുറയാൻ സാധ്യതയുണ്ടാവുകയാണ്. അപ്പോഴൊക്കെയും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അല്ലാഹു തആല കാണാത്തൊരു സ്ഥലവുമില്ലല്ലോ എന്നാണ്. നിസ്കാരം അല്ലാഹുവിലേക്കുള്ള മിഅ്റാജാണ് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇസ്റാ മിഅ്റാജ് നൽകി ആദരിച്ചിട്ടുണ്ടെങ്കിൽ ആ മിഅ്റാജിലൂടെ, ഇസ്റായിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച സമ്മാനത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ മിഅ്റാജാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ ഇന്നലെ ഉസ്താദ് പഠിപ്പിച്ചതുപോലെയുള്ള നിസ്കാരങ്ങൾ മാറ്റിയെടുക്കാൻ, നിസ്കാരങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ നിസ്കരിപ്പിക്കാൻ ശീലിപ്പിച്ചുകൊണ്ട് അവരത്രയല്ലേ പ്രായമായിട്ടുള്ളൂ എന്ന് ചിന്തിക്കാതെ നമ്മുടെ മക്കളെയൊക്കെ സൽക്കർമ്മങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃകാ ജീവിതം നമ്മൾ നയിക്കേണ്ടതുണ്ട്. മാതൃകാ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അതിപ്പോ പറഞ്ഞാൽ തീരുകയില്ല, അത്രയും വിശാലമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെപ്പോലെയാണ് ഉണ്ടാവുക എന്ന് ചുരുക്കം. അയൽവക്കത്തെ വീട്ടുകാരെ പറഞ്ഞുകൊണ്ട് അവനെ നോക്ക്, നീ അവൻ ചെയ്യുന്നത് കാണുന്നില്ലേ, അവൻ പള്ളിയിൽ പോകുന്നത് കാണുന്നില്ലേ, അവൻ രാവിലെ എഴുന്നേറ്റ് ഖുർആൻ ഓതുന്നത് കാണുന്നില്ലേ,
എന്ന് പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന രക്ഷിതാവ് എന്ത് നന്മയാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഏതായാലും അങ്ങനെ ആയിപ്പോയി, എന്റെ മകൻ അങ്ങനെ ആയാൽ പോരാ എന്നാണ് ചിന്തയെങ്കിൽ ചിലതെങ്കിലും നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്, നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ മക്കളെ നന്നാവണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നേരത്തെ ഉസ്താദുമാർ പലരും വിശദീകരിച്ചിട്ടുണ്ടാകും. ഒന്നാമതായിട്ട് വേണ്ടത് പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം. ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയുന്നതിന്റെ പുറമെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊന്നോ രണ്ടോ പ്രാവശ്യം എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ ഓട്ടോമാറ്റിക്കായി നന്നാവുന്നത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന നടത്തിയാൽ, ദുആ നടത്തിയാൽ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കില്ല. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, രഹസ്യമായും പരസ്യമായുമുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. മഹാന്മാർ പറയുന്നു, ഇദ സിർറു വൽ ഇഅലാനു ഫിൽ മുഅ്മിനി ഇസ്തവാ ഫഖദ് അസ്സ ഫിദ് ദാറൈനി വസ്തൗജബ അസ്സലാ. യഥാർത്ഥ വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അവൻ രഹസ്യമായി ചെയ്യുമ്പോഴാവട്ടെ, ആൾക്കാര് കൂടുതൽ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനമാവട്ടെ, രണ്ടും സമമായ രൂപത്തിലായിരിക്കണം. ആളുകൾ കാണുമ്പോൾ ആത്മാർത്ഥത കൂടുന്നു, ആളുകൾ ഇല്ലാതിരിക്കുമ്പോ അവന്റെ ആത്മാർത്ഥതക്ക് കുറവ് വരികയാണ്. ആളുകൾ ഉണ്ടാകുമ്പോ കൂടുതൽ സമയം ദുആ ചെയ്യുന്നു, ആരുമില്ലെങ്കിൽ ദുആ ഇല്ല. ആളുകൾ ഉണ്ടാകുമ്പോ സുന്നത്തുകൾ നിസ്കരിക്കുന്നു, ആരുമില്ലെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളില്ല. ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആളുകൾ കാണുന്നിടത്തും ആളുകൾ കാണാതിരിക്കുന്നിടത്തും വ്യത്യാസമുണ്ടാവുന്നതൊരു പ്രവർത്തനം നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയാം, അങ്ങനെ ആരെങ്കിലും അവന്റെ പരസ്യമായ പ്രവർത്തനവും രഹസ്യമായ അമലും വ്യത്യാസപ്പെട്ടുകൊണ്ടാണോ എതിരായിട്ടാണോ നടക്കുന്നത് എങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പ്രത്യേകതയുമില്ല, അവന്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ശ്രേഷ്ഠതയുമില്ല. അവന്റെ പരിശ്രമവും അവന്റെ അധ്വാനവുമല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടാവുകയില്ല. അപ്പോ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായി മാറുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മുഅ്മിനായിട്ട് മാറാനും നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലവത്താവാനും സാധിക്കുന്നത്. മഹാന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്, റിയാ അത് ചെറിയ ശിർക്കാണ് എന്നാണ്. ചെറിയ ശിർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. അല്ലാഹു തആല അവന്റെ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അതിന് വലിയ ശിർക്ക് എന്നാണ് പറയുന്നത്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളാ ചെയ്യുന്നത്. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളെ പറ്റി മഹാന്മാർ പറയുന്നത്, ഇത് ചെറിയ ശിർക്കാണ്, ശിർക്കിന്റെ അടുത്തേക്ക് എത്താൻ പോകുന്നൊരു മാർഗമാണ് എന്ന് പറയുമ്പോ വലിയ തെറ്റായ ഒരു വിഷയമായിട്ടാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ അവൻ നന്നാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ
റജബ് മാസത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് സംഗമങ്ങൾ നടത്തിയിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിയുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ മദ്രസ എന്ന പ്രസ്ഥാനവും ഈ സ്ഥാപനവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് പിരിയാൻ കഴിയേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഈ പ്രവർത്തനം ഫലവത്തായി മാറുന്നത്. ആത്മീയമായിട്ട് നമുക്ക് വലിയ ഉന്നതമായ ഒരു ഉയർച്ച ഉണ്ടാവണം. അതോടുകൂടെ നമ്മുടെ മദ്രസ ഇനി അടുത്ത വർഷം ആകുന്നത് വരെ, ഇതേപോലെ റജബിലോ മറ്റോ ആകുന്നത് വരെ, റമദാൻ അടുക്കുന്നതിന് മുമ്പ് വാഴ പരമ്പര നടക്കുന്നത് വരെ ഒരു പിരിവും കമ്മിറ്റിക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരാത്ത രൂപത്തിൽ നമ്മളൊക്കെ സഹായിച്ച് സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് അതൊരു വലിയ വിജയമായിട്ട് മാറുകയും ചെയ്യും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെയാണ് പറയുന്നത്, സലാസുൻ ഉഖ്സിമു അലൈഹിന്ന, 3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഫഇന്നഹു മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ. ഒരു അടിമക്ക് എന്ന് പറഞ്ഞാൽ അടിമ നമ്മളാണല്ലോ, നമുക്കാർക്കും സദഖ ചെയ്തതിന്റെ പേരിൽ സമ്പത്ത് ചുരുങ്ങൂല. സദഖ ചെയ്തത് കൊണ്ട് ഒരാളുടെയും സമ്പത്ത് ചുരുങ്ങുകയില്ല. ഇത് വാലിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹദീസൊന്നുമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. സത്യം ചെയ്തു പറഞ്ഞത് വെറുതെ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ തന്നെ മതി. പിന്നെയോ സത്യം ചെയ്ത് പറയാണ്, അത്രയും ഉറപ്പാണല്ലോ ആ കാര്യത്തിന്. കാരണം എന്താ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ധർമ്മം ചെയ്തിട്ടുണ്ട്. മുത്തുനബിക്കാണെങ്കിലോ യാതൊരു സാമ്പത്തികമായ സോഴ്സും ഇല്ല. എന്നിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ നന്നായി ചെയ്തു. പ്രയാസങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും. പ്രയാസങ്ങൾ മുഅ്മിനിന്റെ അടയാളമാണ്. പ്രതിസന്ധികൾ വിശ്വാസിയുടെ അടയാളമാണ്. നല്ല സുഖമുണ്ടെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോയിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ തന്നെ നിന്നാ പറയാം. എല്ലാ സുഖം ഇവിടുന്ന് കിട്ടിയാൽ പിന്നെ ശരിയാവില്ല. സുഖങ്ങൾ, യഥാർത്ഥമായ സുഖം നമുക്ക് ഉണ്ടാവേണ്ടത് അത് പരലോകത്താണ്, സ്വർഗത്തിലാണ്. അവിടുത്തെ സുഖം വേറെയാണ്. ആ സുഖത്തെ ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചില സുഖങ്ങൾ അല്ലാഹു തആല ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു ആനന്ദവും ആഹ്ലാദവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൂർ പോകുന്നതും അതുപോലെ തന്നെ അവിടെയുള്ള വിഷയങ്ങളൊക്കെ ആസ്വദിക്കുന്നതും. എപ്പോഴും സുഖം വേണം എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനിന്റെ അടയാളാവില്ല. അത്തരം ആളുകൾക്ക് ചിലപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അല്ലാഹു തആല നമ്മുടെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരടിമക്കും സദഖ ചെയ്തത് കൊണ്ട് അവന്റെ സമ്പത്ത് ചുരുങ്ങുന്നില്ല. വലാ ദുലിമ അബ്ദുൻ മദ്ലിമതൻ സബറ അലൈഹാ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഇസ്സാ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അക്രമമേറ്റിട്ടുണ്ടെങ്കിൽ ആ അക്രമത്തിന്റെ കാരണമായി തിരിച്ചടിക്കാതെ അവൻ ക്ഷമിച്ചിട്ടുണ്ടോ എങ്കിൽ അല്ലാഹു തആല അവനിക്ക് പ്രതാപത്തെ ഉയർത്തുന്നതാണ്, വർദ്ധിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല അവനിക്ക് ഈ ലോകത്തെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? വലാ ഫതഹ അബ്ദു ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബൽ ഫഖരി. ഏതെങ്കിലും ഒരടിമ ബാബ മസ്അലത്തിൻ ഒരു യാചനയുടെ വാതിൽ തുറന്നിട്ട്
ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖ്റിൻ. ഒരു വ്യക്തി ഒരു യാചനയുടെ വാതിൽ തുറന്നു എന്ന് പറഞ്ഞാൽ കൈനീട്ടി യാചിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ, അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി യാചന നടത്താൻ ആരംഭിച്ചിട്ടുണ്ടോ എങ്കിൽ അല്ലാഹു തആല അവർക്ക് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ വീടകങ്ങളിലേക്ക് കടന്നു വരുന്ന അയൽവാസികളോ കുടുംബക്കാരോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് സുഖവിശേഷങ്ങൾ ചോദിക്കുമ്പോ നമ്മൾ എന്താണ് പറയാറുള്ളത്? അൽഹംദുലില്ലാഹ് പറയാറുണ്ടോ? നല്ല സുഖമാണെന്ന് പറയാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയാസങ്ങളുടെ ഒരു കലവറ തന്നെ അവരുടെ അടുക്കലേക്ക് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണോ നമ്മൾ ചെയ്യാറുള്ളത്? നമ്മൾ ഓർത്തു നോക്കുക. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വിഷമങ്ങൾ അവരിലേക്ക് തുറന്നു കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിനെ സ്തുതിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ അനുഗ്രഹങ്ങളിലും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നൂർ മുഹമ്മദ് ബിസ്വായി ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല